ഹായ് ഗൈസ്. അപ്പോൾ നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ നോക്കുന്നത് നമ്മുടെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ രണ്ടാം ഘട്ട എക്സാമുമായി ബന്ധപ്പെട്ട് നമ്മുടെ തൊഴിൽവീഥി ഈ അടുത്തിടെ പബ്ലിഷ് ചെയ്തൊരു വാർത്തയുമായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് അതിൽ ഉള്ളതെന്ന് നോക്കാം. ഇവിടെ നമുക്ക് ഹെഡിങ് കാണാം. ആദ്യഘട്ടത്തിന് തനിയാവർത്തനം എന്നാണ് തൊഴിൽവീഥി കൊടുത്തിരിക്കുന്നത്. അതായത് കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിൽ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ തസ്തികയിലേക്ക് ഓഗസ്റ്റ് 9 PSC നടത്തിയ രണ്ടാം ഘട്ട പരീക്ഷ ആദ്യഘട്ടത്തിൻ്റെ തനിയാവർത്തനമായി അല്ലെങ്കിൽ ആവർത്തിക്കുകയോ അനുബന്ധ വിവരങ്ങളായിട്ട് വരികയോ ചെയ്തു. ഒട്ടേറെ അക്ഷരത്തെറ്റുകളും ചില ചോദ്യങ്ങളിലെ പിശകുകളും പരീക്ഷയുടെ നിറം കെടുത്തി. അതായത് ആദ്യഘട്ടത്തിലെ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ഇവാലുവേറ്റ് ചെയ്ത ഒരാളാണെങ്കിൽ അയാൾക്ക് ചില മാർക്കുകൾ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. കാരണം അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോ അല്ലെങ്കിൽ അതേ ചോദ്യങ്ങളോ ആവർത്തിക്കുകയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം എക്സാമിന് കുറേ അക്ഷരത്തെറ്റുകളും അതുപോലെ തന്നെ ചോദ്യത്തിന് കുറച്ച് നിലവാരമില്ലായ്മയും നമ്മുടെ പരീക്ഷയുടെ ഒരു ക്വാളിറ്റി എന്തായാലും കുറച്ചിട്ടുണ്ട്. ഇതിനർത്ഥം ഈ ഒരു അക്ഷരത്തെറ്റുകളും മറ്റുള്ളവയ്ക്കും നമ്മുടെ ഉദ്യോഗാർത്ഥികൾ അപ്പീൽ നൽകാനോ അതുമൂലം നമ്മുടെ ഡിലീഷൻസ് വരികയും കട്ട് ഓഫ് കുറച്ച് കുറയാനുള്ള സാധ്യതയാണ് ഇവരിവിടെ പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പ്രതീക്ഷിക്കുന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത് ഇവിടെ കാണാം 59 മാർക്കിനും 69 മാർക്കിനും ഇടയിലാണ് നമ്മുടെ പ്രതീക്ഷിക്കുന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ ഭരണഘടന, കമ്പ്യൂട്ടർ പരിജ്ഞാനം, ഗണിതം, ഇംഗ്ലീഷ് എന്നിവ പൊതുവെ എളുപ്പമായിരുന്നു. നമുക്കറിയാം അത്യാവശ്യം എളുപ്പമായിട്ടായിരുന്നു ചോദിച്ചിരുന്നത്. എന്നാൽ നമ്മുടെ മലയാളം പോലുള്ള ഭാഗങ്ങളൊക്കെ അത്യാവശ്യം ടഫായിട്ട് തന്നെയായിരുന്നു ചോദിച്ചിരുന്നത്. ഓപ്ഷൻസ് അതുപോലെ തന്നെ നമുക്ക് സാധാരണ മലയാളത്തിൽ ഡയറക്റ്റ് ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് 1, 2, 3, 4 എന്നൊക്കെ പറഞ്ഞിട്ട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അത് അത്യാവശ്യം ടഫായിട്ട് സമയം കളയുന്ന ഒന്ന് തന്നെയായിരുന്നു. അതുപോലെ തന്നെ അത്യാവശ്യം ടഫായിട്ടുള്ള ചോദ്യങ്ങളും മലയാളത്തിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഡിലീഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഡിലീഷൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ മാർക്ക് കുറയുമെന്ന് പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ കട്ട് ഓഫ് കുറയുമെന്ന് പ്രതീക്ഷിച്ചിട്ട് സന്തോഷിക്കേണ്ട കാര്യമില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെ മാർക്കും ആയിരിക്കും കുറയുന്നത്. ഒരു അക്ഷരത്തെറ്റ് കാരണമോ എന്ത് കാരണമോ കുറയുമ്പോൾ എല്ലാവരുടെയും മാർക്കായിരിക്കും കുറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു വീഡിയോയുമായി കാണാം. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ബൈ.